CIET NCERT അവതരിപ്പിക്കുന്ന പരിപാടി മടിയുടെ ഇരുട്ട്. റിദിഷ സാമൂഹ്യക്ഷേമ വകുപ്പിൽ ഡെപ്യൂട്ടി മാനേജരായാണ് ജോലി ചെയ്തിരുന്നത്. സാമൂഹിക വകുപ്പുമായുള്ള ബന്ധവും ലാളിത്യമുള്ള പെരുമാറ്റവും കാരണം അവർക്ക് ധാരാളം ആദരവും പ്രശസ്തിയും ഉണ്ടായിരുന്നു. വരൂ മോഹൻ, നമുക്ക് മാർക്കറ്റിൽ പോകണം. ശരി മാഡം. റിദിഷ വഴിയിലുടനീളം നിശബ്ദയായിരുന്നു. ആശങ്കയുടെ ചില മേഘങ്ങളും ദൃശ്യമായിരുന്നു. അവൾ ഇന്ന് എന്ത് ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് അറിയില്ല. മാഡം, വളരെ പ്രധാനപ്പെട്ട ഒരു ഫോൺ കോൾ ആണ്. നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് സംസാരിച്ചോട്ടെ? സംസാരിച്ചോ. ക്ഷമിക്കണം മാഡം, പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോളായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ വണ്ടി നിർത്തില്ലായിരുന്നു. പോലീസിന്റെ കോളോ? എന്തു പറ്റി? വിഷമിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല മാഡം, പക്ഷെ തക്ക സമയത്ത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. എന്തു പറ്റി? മാഡത്തിനറിയാവല്ലോ, രാഹിമോൾക്ക് SSCയുടെ കോച്ചിങ് ചെയ്യിക്കുന്നുണ്ടെന്ന്. അവിടെ അവൾ ആർക്കെങ്കിലും തന്റെ ഫോൺ നമ്പർ നൽകിയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അറിയില്ല എങ്ങനെയെന്ന്. പക്ഷെ കുറച്ച് ദിവസങ്ങളായി അവൾക്ക് തുടർച്ചയായി ബ്ലാങ്ക് കോളുകൾ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്ത് ചെയ്തു? ആരാണ് ഫോൺ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയോ? അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചോദിച്ചപ്പോ രാഖിക്ക് പോലും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഓഹോ, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തെങ്കിലും മറ്റ് നമ്പറുകളിൽ നിന്ന് കോൾ വരാൻ തുടങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? രാഖി ഇപ്പോഴും കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? മാഡം, തീർച്ചയായും പോകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഈ വ്യാജ കോളുകൾ ചെയ്യുന്നവരുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്നു. ശരിയാണ് പറഞ്ഞത്. ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഏത് നമ്പറുകളിൽ നിന്നാണോ കോളുകൾ വരുന്നത് ആ നമ്പറുകളുടെ പൂർണ്ണ വിവരങ്ങൾ നൽകി ഒരു റിപ്പോർട്ട് നൽകി. സമഗ്ര അന്വേഷണം നടത്തുമെന്നും ഇത് ചെയ്യുന്നവരെ ഉടൻ ശിക്ഷിക്കുമെന്നും പോലീസ് ഉറപ്പു നൽകി. പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പേടി തോന്നിയില്ലേ? മടി തോന്നിയില്ലേ? പേടിയോ അല്ലെങ്കിൽ മടിയോ? ആരെ? പോലീസിനെയോ? ഇല്ല മാഡം, അവർ നമ്മളുടെ സുരക്ഷയ്ക്കും സേവനത്തിനും വേണ്ടിയുള്ളവരാണ്. നമ്മുടെ മടിയാണ് തെറ്റ് ചെയ്യുന്നവർക്ക് നമ്മളെ കൂടുതൽ കഷ്ടപ്പെടുത്താനുള്ള ലൈസൻസ് നൽകുന്നത്. റിദിഷയുടെ ചോദ്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരുന്നു. മോഹൻ, കാർ സിവിൽ ലൈൻസിന്റെ ഭാഗത്തേക്ക് തിരിക്കൂ. സിവിൽ ലൈൻസിലേക്ക് എന്തിനാ മാഡം? വീട് മറ്റൊരു ദിശയിലേക്കല്ലേ? സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ പോകുന്നത് മാഡം? എന്താ സംഭവിച്ചത്? എനിക്കൊരു റിപ്പോർട്ട് ഫയൽ ചെയ്യണം. ഏത് കാര്യത്തിനാണ് മാഡം? കഴിഞ്ഞ 1 മാസമായി എനിക്കും ബ്ലാങ്ക് കോളുകൾ വരുന്നുണ്ട്. കൂടാതെ എന്റെ സോഷ്യൽ മീഡിയയിലും തെറ്റായ സന്ദേശങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ധൈര്യം എന്റെ മടി ഇല്ലാതാക്കി. നന്ദി മോഹൻ, വളരെ നന്ദി. മാഡം, നിങ്ങളുടെ ഒരു കാര്യം. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിച്ച പരിപാടി മടിയുടെ ഇരുട്ട്. വിവർത്തനവും റെക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട് യചന ഗുപ്ത.